എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറി ഒന്ന് പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചപ്പയറുണ്ട്, കൊടോരിക്കുണ്ട്, വെണ്ടയ്ക്കുണ്ട്, കയ്പ്പയുണ്ട്, പടവലുണ്ട്, വഴുതിനിയുണ്ട്, കക്കിരിയുണ്ട്, ചിരങ്ങിയുണ്ട്, അതുപോലെ തന്നെ കായുണ്ട്, വത്തക്കയുണ്ട്, കക്കിരിയുണ്ട്. അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും അച്ഛൻ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഒറ്റയൊരിക്കൽ പറിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ പിടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി തോട്ടത്തിലേക്ക് നമുക്ക് പോവാം. അച്ഛൻ്റെ പച്ചക്കറി തോട്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൂടി ഒന്ന് നടന്നതാണ് കേട്ടോ. അത് കണ്ടില്ലേ, വാഴയുണ്ട്, എല്ലാതരം പച്ചക്കറികളും ഇവിടെ അച്ഛൻ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു പറമ്പിലെ എല്ലാതരം പച്ചക്കറികളും അച്ഛൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വളർത്തുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ മത്തനും അതുപോലെ തന്നെ കുമ്പളും അതെല്ലാം പാവക്കൊക്കെ ഉണങ്ങിപ്പോയ അവസ്ഥയായിട്ടോ. എന്താ കുറേ ആയില്ലേ, പച്ചക്കറി സീസൺ കഴിയാനായില്ലേ. ഇത് പാവയ്ക്കാണ്. പാവയ്ക്കയുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇത് പാവയ്ക്കയുടെ പന്തലാണ്. അപ്പോൾ തൊട്ടിപ്പുറം ഇപ്പുറം പടവലാണ് കേട്ടോ. ഇതൊക്കെ പടവലാണ്. അപ്പോൾ ഒരു നീളം വെച്ചിട്ടുള്ള, ഇതിലും നീളം വെക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു നീളം വെച്ച പടവല. അപ്പോൾ ഉള്ളോട്ട് പോവാം. കണ്ടില്ലേ, ഒക്കെ പടവലങ്ങളാണ്. നമുക്ക് കൊടോരിക്ക പറിക്കാം. ഇത് കൊടോരിക്കയാണ് കേട്ടോ. കണ്ടില്ലേ, കൊടോരിക്ക, നരമ്പൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ്. അപ്പോൾ പന്തലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ കൊടോരിക്കൊക്കെ ഉണങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, കുറേ ആയി ഇവിടെ നട്ടിട്ട്. അപ്പോൾ ഇത് ഉണങ്ങിപ്പോവാനായി. അപ്പോൾ അവസാനത്തെ നിങ്ങളുടെ പച്ചക്കറി കാണലായിരിക്കും ഇത് ചിലപ്പോൾ. നമുക്ക് ഇനി പയറും വെണ്ടയൊക്കെ കാണാം. വാ. വെള്ളരിയാണ് കേട്ടോ. വെള്ളരി, വാഴയുണ്ട്. അപ്പോൾ കണ്ടില്ല എങ്ങനെ കൃഷി ചെയ്യുന്ന വെച്ചാൽ, വാഴയുടെ തടത്തിൽ തന്നെ എക്സ്ട്രാ വെള്ളരി, അതുപോലെ തന്നെ മത്തൻ, അങ്ങനെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒന്നിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാമല്ലോ. ട്രിപ്പ് വേണം. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് ഒരു കുഞ്ഞു പറമ്പാണ്. അതും അച്ഛൻ്റെ പറമ്പുമല്ല. അപ്പോൾ അച്ഛൻ വേറൊരാളോട് പറമ്പ് വാങ്ങിയിട്ട് അവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അത്രത്തോളം അച്ഛന് ഒരു പച്ചക്കറിയോട് ക്രേസ് തോന്നിയിട്ടുണ്ട്. അവിടെ വാഴ എന്ന് വേണ്ട, എന്താണ് പച്ചക്കറി വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പറമ്പിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ആ ഒരു നിലമൊക്കെ കാണാൻ അതിമനോഹരമായിട്ടുള്ള പച്ചപ്പോട് കൂടിയിട്ടുള്ള ഭംഗിയാണ് കേട്ടോ. കാരണം എല്ലാം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പന്തലിട്ടതാണെങ്കിലും നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ താഴെ പടർന്നത് കക്കിരിയാണ് കേട്ടോ. അത് ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പറിച്ചു കിട്ടോ ഇതിൽ നിന്ന്, അതാണ് അങ്ങനെ തിരിയാത്തത്. ഇതൊക്കെ ഞാൻ ഒന്നുകൂടി വെള്ള പൂച്ചത് നമ്മൾ ചിരങ്ങാന്നൊക്കെ പറയും. ചിരങ്ങാന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വളർന്നാൽ നല്ല നീളമുള്ള ചിരങ്ങയായിട്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു പന്തൽ എന്താണെന്ന് വെച്ചാൽ കോവയ്ക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ കോവയ്ക്ക.
കോവക്ക, നമ്മുടെ നാട്ടിൽ കോയക്ക എന്ന് പറയും. ഇതാണ് കോയക്ക. ഇത് നമുക്ക് എല്ലാവർക്കും ഫേമസ് തന്നെ ആവാൻ ചാൻസ് ഇല്ല, കാരണം ചില നാട്ടിലെ ഇത് വരൂല. നമ്മുടെ കപ്പയില്ലേ, കൊള്ളി കപ്പ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് കൊള്ളി കപ്പ കേട്ടോ. നമുക്കിത് വൈകുന്നേരം കുറച്ച് സമയം ഇതിലേ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു കുളിർമ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന കുറച്ച് സമയമാണ് ഈ ഒരു പച്ചക്കറി തോട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഭംഗിയുള്ള കാഴ്ചയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ നമുക്ക് കാണുമ്പോൾ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കരിമ്പ്, ചെണ്ടുമല്ലിപ്പൂ, അതുപോലെ തന്നെ പറങ്കികളുടെ വെറൈറ്റീസ്, ചീര, അങ്ങനെയുള്ള എല്ലാ വിഭാഗം പച്ചക്കറികളും ഒരുമിച്ച് ചേർന്ന് വളരുകയാണ്. അതുപോലെ വാഴ, ഒരു തടത്തിൽ തന്നെ വെറൈറ്റി വേറെ പച്ചക്കറികൾ നട്ട് രണ്ടും കൂടി മിക്സായി നടുക. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. കണ്ടില്ലേ കോളിഫ്ലവർ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ക്യാബേജ് ആണ് കേട്ടോ, ക്യാബേജ്. ഇതൊക്കെ പറങ്കി വിഭാഗങ്ങളാണ് കേട്ടോ. പറങ്കികളിൽ തന്നെ കുറേ തരം പറങ്കികളുണ്ട്. നീളമുള്ളതും നീളം കുറഞ്ഞതും എരിവുള്ളതും എരിവില്ലാത്തതും പറഞ്ഞാണൊക്കെ എല്ലാ വെറൈറ്റി ഓഫ് പറങ്കികളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ. ഇന്നത്തെ കാലത്ത് കൃഷി രീതിയൊക്കെ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പുത്തൻ അറിവ് അല്ലെങ്കിൽ ഒരു പുത്തൻ ഉണർവ് തരികയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കേട്ടോ. നമ്മൾ ഒരിക്കലും കൃഷി ചെയ്യാൻ മടിക്കരുത് കേട്ടോ. നമ്മൾ ഉള്ള സ്ഥലത്ത് ആവുന്നത് പോലെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ട് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് വിഷമടിച്ചതും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള മോശം പച്ചക്കറികളാണല്ലേ നമുക്ക് വിപണിയിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കാവുന്നത് പോലെ നമ്മുടെ വീട്ടുപറമ്പിൽ കുഞ്ഞു കുഞ്ഞു രീതിയിൽ പച്ചക്കറി നട്ടിട്ട് നമുക്ക് തന്നെ അത് ജൈവ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടോ. നമ്മളൊരിക്കലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് കേട്ടോ. നമുക്കിപ്പം പച്ചക്കറി നടാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു കൊട്ടയൊക്കെ കിട്ടും വാങ്ങാനല്ലേ, പ്ലാസ്റ്റിക് കവർ. അതിൽ നട്ടാൽ പോലും നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാം. അതുപോലെ ഇങ്ങനെ സ്ഥലം തീരെ ഇല്ലാത്തവർക്ക് വേറെ ആരെങ്കിലും ഒഴിഞ്ഞ പറമ്പുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കൃഷി ചെയ്യാം. ഇതാ ഒരു റാണിയുണ്ട്, ജമന്തി പൂട്ട. അപ്പോൾ ഇതാ രാത്രിയാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അധിക സമയം ഇവിടെ എന്താണെന്നില്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ ഉണങ്ങുന്നതിന് മുന്നേ, വാടുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഞാൻ വരാം കേട്ടോ, പച്ചക്കറി തോട്ടമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇരുട്ടായില്ലേ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ളവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.